ഹായ്, ഞാൻ അൻവർ, ദ വാട്ടർ എക്സ്പെർട്ട്. ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് വെസൽ ഫിൽട്രേഷൻ. അതും വെള്ളത്തിലടങ്ങിയിരിക്കുന്ന അയൺ അല്ലെങ്കിൽ ഹാർഡ്നെസ്, അങ്ങനെ മറ്റു പല പ്രശ്നങ്ങളും, വെള്ളത്തിലുണ്ടാകുന്ന സ്മെല്ല്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരമായിട്ട് വെസൽ ഫിൽട്രേഷൻ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ ബാക്ക് വാഷ് അല്ലെങ്കിൽ അതിൻ്റെ റീജനറേഷൻ എപ്പോഴും ഒരു കസ്റ്റമേഴ്സിന് അതൊരു ടഫായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. നമ്മൾ 2-3 തവണ കാണിച്ചു കൊടുത്താലും അവർക്ക് അതിലോടുള്ളൊരു കൺഫ്യൂഷൻ എന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് പലതവണ നമ്മൾ പോയി മടുത്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിവേ, അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റീജനറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ഉപ്പുവെള്ളം കലക്കി വെക്കേണ്ടതുണ്ട്. അത് വെസലിൻ്റെ സൈസിനും ഇട്ടിരിക്കുന്ന മീഡിയാസിൻ്റെ സൈസിനനുസരിച്ച് പല അളവിലാണ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കലക്കി വയ്ക്കുക. അതിനുശേഷം ടാങ്കിൽ നിന്ന് വരുന്ന വാൽവ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ഫിൽറ്ററിൽ, അതായത് ഒന്നുകിൽ മൾട്ടിമീഡിയ ആയിരിക്കാം അല്ലെങ്കിൽ സാൻഡ് ഫിൽറ്റർ ആയിരിക്കാം, അതിൽ ഫിൽറ്റർ മോഡ് അല്ലെങ്കിൽ സർവീസ് മോഡ് 1-ൽ നിന്ന് ബാക്ക് വാഷിലേക്ക് 2-ലേക്ക് മാറ്റിയിടുക. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് മോട്ടറിൽ നിന്ന് കണക്ഷൻ ഫിൽറ്ററിലേക്ക് കൊടുത്തിട്ടുള്ളതിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മോട്ടർ ഓൺ ചെയ്ത് കൊടുക്കുക. മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഫിൽറ്ററിലൂടെ വേസ്റ്റ് വെള്ളം പുറത്തേക്ക് വരുന്നതായിരിക്കും. ആ വേസ്റ്റ് വെള്ളം പരമാവധി പോയി, അഴുക്ക് പോയി, വെള്ളം തെളിയുന്നവരെ വെയിറ്റ് ചെയ്യുക. വെള്ളം ഇപ്പോൾ ഏറെക്കുറെ തെളിഞ്ഞിട്ടുണ്ട്. തെളിഞ്ഞ ശേഷം നമ്മൾ മോട്ടറിൽ നിന്ന് വരുന്ന ഫിൽറ്ററിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്ന വാൽവ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ വെസലിൽ, അഥവാ മൾട്ടിമീഡിയ ഫിൽറ്റർ അല്ലെങ്കിൽ സാൻഡ് ഫിൽറ്ററിലേക്ക് വന്ന് അതിൻ്റെ ബാക്ക് വാഷിൽ നിന്ന് മാറ്റി 3 അഥവാ റിൻസിലേക്ക് മാറ്റിയിടുക. വാൽവ് തിരിച്ച് മാറ്റുക. എന്നിട്ട് വീണ്ടും നമ്മൾ മോട്ടറിൽ നിന്ന് വരുന്ന കണക്ഷൻ വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലും കുറച്ച് എന്തെങ്കിലും അഴുക്ക് വെള്ളം ഉണ്ടെങ്കിൽ അത് പോയി തെളിയുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഏറെക്കുറെ തെളിഞ്ഞിട്ടുണ്ട്. വീണ്ടും മോട്ടറിൽ നിന്ന് വരുന്ന വാൽവ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത ശേഷം നമ്മുടെ ആദ്യത്തെ വെസലിലേക്ക് വരിക. ആദ്യത്തെ വെസലിൽ റിൻസിൽ നിന്ന് മാറ്റി ഫിൽറ്റർ മോഡ് അഥവാ സർവീസ് മോഡ് 1-ാം നമ്പറിലേക്ക് മാറ്റിയിടും. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മളിവിടെ കലക്കി വെച്ച ഉപ്പ് വെള്ളത്തിലേക്ക് ഈ വെസലിൽ നിന്നും റീജനറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ആ വാൽവ് എടുത്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സർവീസ് മോഡിൽ നിന്ന് അഥവാ ഫിൽറ്റർ മോഡിൽ നിന്ന് റീജനറേഷൻ മോഡിലേക്ക് വാൽവ് തിരിച്ചിടുക. അതിനുശേഷം നമ്മളുടെ ടാങ്കിൽ നിന്ന് വരുന്ന മോട്ടറിൽ നിന്ന് വരുന്ന വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടാങ്കിലേക്ക് പോകുന്ന വാൽവ് ഒരു ഭാഗികമായി ക്ലോസ് ചെയ്ത് കൊടുക്കുക. അത് വെള്ളത്തിൻ്റെ ഫോഴ്സിനനുസരിച്ചും ഇത് സക്ക് ചെയ്യുന്ന സ്പീഡിനനുസരിച്ചും നമുക്കത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. കൂടുതൽ അപശബ്ദങ്ങളോ പൊട്ടലോ ചീറ്റലോ കേൾക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഉപ്പ് വെള്ളം വലിച്ചെടുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഏറെക്കുറെ ആ വെള്ളം മുഴുവൻ വലിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് വെള്ളം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ടാങ്കിലേക്ക് പോകുന്ന വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഫിൽറ്ററിലേക്ക് പോകുന്ന മോട്ടറിൽ നിന്ന് വരുന്ന ലൈൻ ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സോഫ്റ്റ്നർ ഫിൽറ്ററിലേക്ക് വരിക. അതിൻ്റെ റീജനറേഷൻ മോഡിൽ നിന്ന് റിൻസ് മോഡിലേക്ക് അഥവാ 3-ലേക്ക് മാറ്റിയിടുക. അതിനുശേഷം ഫിൽറ്ററിലേക്ക് മോട്ടറിൽ നിന്ന് വരുന്ന വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഉപ്പ് രസം ഉള്ള വെള്ളം അതിൽ പുറത്തേക്ക് തള്ളി വരുന്നതായിരിക്കും. അത് ഉപ്പ് രസം പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഉപ്പ് രസം പൂർണ്ണമായും മാറിയ ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് ശേഷം ഫിൽറ്ററിലേക്ക് പോകുന്ന മോട്ടറിൽ നിന്ന് വരുന്ന വാൽവ് ക്ലോസ് ചെയ്യുക. സോഫ്റ്റ്നറിൻ്റെ വെസലിലേക്ക് വരിക. അതിനെ പഴയ പോലെ തന്നെ സർവീസിലേക്ക് മാറ്റിയിടുക. ഇനി ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന വാൽവ് പഴയ പോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. പിന്നെ പല കമ്പനികളുടെ വാൽവുകൾ മാറുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പൊസിഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് വെള്ളം കയറുന്ന ഓസിൻ്റെ നടുക്ക് ചിലപ്പോൾ ഒരു വാൽവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അഥവാ അതുണ്ടെങ്കിൽ റീജനറേഷൻ സമയത്ത് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്